ക്വസ്റ്റ്യൻ 10 നോക്കാം. കൺസിഡർ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ഫ്രം ഓപ്പൺ ഇന്റർവൽ മൈനസ് പൈ ബൈ ടു ബൈ ബൈ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു mod x plus mod x minus 1 into sin x plus greater than 0 of sin x. ഇങ്ങനെയാണ് നിൽക്കുന്നത്. Alpha is the total number of points where f is not continuous. Beta is the total number of points where f is not differentiable. Alpha plus beta. ഭയങ്കര സിമ്പിൾ ചോദ്യം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡൊമൈൻ ഓപ്പൺ ഇന്റർവെൽ ആണ്, എൻ പോയിന്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം ഗ്രേറ്റസ്റ്റ് സെഞ്ചർ ഓഫ് എക്സ് സൈൻ എക്സ്. എക്സ് സൈൻ എക്സ് നോക്കിക്കേ ഈവൻ ഫംഗ്ഷൻ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? 0 to π by 2 മാത്രം നോക്കി കഴിഞ്ഞാൽ മതി. 0 to π by 2 എന്താണ്? എക്സ് ഇൻക്രീസിങ് ആണ്, സൈൻ എക്സ് ഇൻക്രീസിങ് ആണ്, എക്സ് സൈൻ എക്സ് ഇൻക്രീസിങ് ആണ്. അപ്പൊ നോക്കിക്കേ 0 to π by 2 സാധനം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. ഓക്കെ, 0 to π by 2 സാധനം ഇൻക്രീസ് ചെയ്ത് എവിടേക്ക് എത്തണോ? π by 2 എത്തുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ എന്തിലേക്ക് പോകുന്നുണ്ട്? π by 2ലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തും ആ ഫംഗ്ഷൻ ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നുണ്ടാവും. സം ഷേപ്പ് കേട്ടോ, ഇൻക്രീസ് ചെയ്ത് പോകണമെന്നാണ് ഞാൻ പറയണത്. അപ്പോ എവിടെയോ ഇതിന്റെ വാല്യൂ എന്താവുന്നുണ്ട്? 1 ആവുന്നുണ്ട്. സം പോയിന്റ് എ ഇതിന്റെ വാല്യൂ എന്താവുന്നുണ്ടാവും? 1 ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിംഗ്ലി മൈനസ് എയിലും അതിന്റെ വാല്യൂ എന്താവുന്നുണ്ടാവും? മൈനസ് എയിലും അതിന്റെ വാല്യൂ എന്താവുണ്ടാവും? 1 ആവുന്നുണ്ടാവും. അപ്പൊ മൈനസ് എ മുതൽ എ വരെ ഗ്രേറ്റസ്റ്റ് ഇന്റിജറിന്റെ വാല്യൂ എന്തായിരിക്കും? അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, പിന്നെ എ അതിനപ്പുറത്തേക്ക് അത് 1 ആവും. അപ്പൊ അവിടെ വെച്ചൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും. മൈനസ് എന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്താവും? അത് എന്തിലേക്ക് പോവും? അതിന്റെ വാല്യൂ 1ലേക്ക് പോവും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും? അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പൊ 2 ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് ഉണ്ട്. ആ 2 ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റുകൾ എയും മൈനസ് എയും ആണ്. സോ ആൽഫ വാല്യൂ 2 ആണ്. ഓക്കെ, മറ്റേത് ഡിസ്കണ്ടിന്യൂറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇനി മറ്റേ സാധനം നോക്കിക്കേ, മോഡെക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാ. മോഡെക്സിന്റെ കോർണർ പ്രശ്നം ആര് സോൾവ് ചെയ്യും? സൈൻ എക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇത് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, പിന്നെ പ്രശ്നം വരാൻ പോണെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ്. അപ്പൊ ഇത് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സ് ആരൊക്കെ വന്നു? 1 എന്ന് പറഞ്ഞ പോയിന്റ് വന്നിട്ടുണ്ടാവും. എ എന്ന് പറഞ്ഞ പോയിന്റ് വേറെ പോയിന്റാ, 1 ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ എ ഉണ്ടാവും, മൈനസ് എ ഉണ്ടാവും, 1 ഉണ്ടാവും. അപ്പൊ ബീറ്റ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വെച്ചാൽ 3 പോയിന്റ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 5. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ.